ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെയും നിധിയുടെയും ഡിവോഴ്സ് കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗിന്റെ അന്ന് ഡിവോഴ്സ് വേണ്ട എന്ന് കോടതിയിൽ പറയാൻ തീരുമാനിച്ച് സുധീഷിന്റെ ഒപ്പം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് നിധി ഡിവോഴ്സ് വേണ്ട എന്ന് പറയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സുധീഷും. കോടതിയിൽ വെച്ച് കോൺസ്റ്റബിൾ ഗോപിയെ കാണുകയും സുധീഷും ഗോപിയും കൂടി സംസാരിക്കുന്നത് മറഞ്ഞു എന്ന് കേൾക്കുകയുമാണ് നിധി. സുധീഷും നിധിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അന്ന് സുധീഷ് പറഞ്ഞതുകൊണ്ടാണ് വിവാഹം നടത്തിയതെന്ന് ഗോപി പറയുമ്പോൾ എല്ലാം മറഞ്ഞു നിന്ന് കേട്ട നിധി ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷ് വെള്ളം വാങ്ങാനായി പോകുമ്പോൾ ഗോപിയുടെ അരികിലേക്ക് വന്ന് നിന്ന് സംസാരിക്കുകയാണ് നിധി. ഞാൻ ഗോപി സാറിനോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കുമോളെന്ന് ഗോപി പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇത് കേട്ട് ഗോപി പറയുകയാണ്, രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു? ഇത് എന്ത് ചോദ്യാ മോളെ? മോളുടെ വീട്ടിൽ ഫോഴ്സ് ചെയ്ത് കല്യാണം നടത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെ മോളെ രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ, അത് ഈസി ആയിട്ട്. പക്ഷേ സുധീഷ് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കിയില്ലേ? സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു സുധീഷ്. നിധി ചോദിക്കുന്നു, സുധീഷ് സാറിനോടൊപ്പം എന്താ പറഞ്ഞത്? ഇത് കേട്ട് ഗോപി ചോദിക്കാണ്, എന്താ മോളെ അറിയാത്തതുപോലെ ചോദിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ലവേഴ്സാ, വീട്ടിൽ നിന്നും ഒളിച്ചോടി വന്നതാ. ഇവിടെ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിച്ച് മോളുടെ അച്ഛൻ വേറൊരു പയ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്നാ അവനാ പറഞ്ഞത്. അതുകൊണ്ടാ അവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്തിയത്. എന്താണെങ്കിലും ഇപ്പൊ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചില്ലേ? അത് കേട്ടപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ഈ സമയം കോടതിയിൽ നിന്നും ഒരാൾ പറയുന്നു, ഗോപി സാറേ അടുത്തത് നമ്മുടെ കേസാ, പെട്ടെന്ന് അകത്തേക്ക് കയറി വാ. ശരി മോളെ എന്ന് പറഞ്ഞ് ഗോപി പ്രതിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. ഈ സമയം വെള്ളത്തിന്റെ ബോട്ടിലുമായി അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ നിന്നെ അവിടെ എല്ലാം അന്വേഷിച്ചു. വെള്ളം ചോദിച്ചില്ലേ? കുടിക്ക്. നിധി വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങുമ്പോൾ സുധീഷ് ചോദിക്കണേ, എന്താ വെള്ളം കുടിക്കാതെ? ഞാൻ പിന്നെ കുടിക്കാമെന്ന നിധി പറയുമ്പോൾ അവിടേക്ക് വന്ന അഡ്വക്കേറ്റിന്റെ ജൂനിയർ പറയുന്നു, മാഡം അകത്ത് ജഡ്ജ് വന്നിട്ടുണ്ട്, നമുക്ക് അകത്തേക്ക് പോകാം. ശരി എന്ന് പറഞ്ഞ സുധീഷും നിധിയും അഡ്വക്കേറ്റിന്റെ ജൂനിയറുടെ പിന്നാലെ പോവുകയാണ്. തുടർന്ന് നിധി പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇതോടുകൂടി ഈ കോടതിയിലേക്ക് വരുന്ന തലവേദന അവസാനിച്ചു, ഇനി ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. എന്താ നിധി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധി ഒന്നും മിണ്ടാതെ അഡ്വക്കേറ്റിന്റെ ഒപ്പം പോവുകയാണ്. സുധീഷും പിന്നാലെ പോകുന്നു. സുധീഷിന്റെയും നിധിയുടെയും ഡിവോഴ്സ് കേസ് വിളിക്കുകയാണ്. അവർ മുന്നോട്ടേക്ക് വന്ന് നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിങ്ങളുടെ പേര് നിധി എന്നാണോ? എസ് മേഡം എന്ന് നിധി പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നു, നിങ്ങൾ സുധീഷ് ആണോ? അതെ മേഡം എന്ന് സുധീഷ് പറയുമ്പോൾ ജഡ്ജി പറയുകയാണ്, ഇതുവരെ നിങ്ങൾക്ക് 3 തവണ കൗൺസിലിംഗ് നടന്നു, ഇപ്പോഴും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലാണോ? ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അതെ മാഡം ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. സുധീഷ് ഞെട്ടി നിധിയെ നോക്കുകയാണ്. സുധീഷിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിധി പറയുന്നു, പിരിയണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ. ജഡ്ജി ചോദിക്കുന്നു, ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലേ? ഉറച്ച തീരുമാനമാണോ? അപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, മാഡം ഞാൻ എന്റെ ക്ലയന്റിനോടൊന്ന് സംസാരിച്ചോട്ടെ? ജഡ്ജി പറയുന്നു, ഓക്കെ പ്രൊസീഡ്. നിധി ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് നിധിയെയും കൂടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. സുധീഷ് ടെൻഷനോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, എന്താ നിധി ഇന്നലെ എന്നോട് പറഞ്ഞത് ഡിവോഴ്സ് വേണ്ട, സുധീഷിന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് തീരുമാനം എന്നാ പറഞ്ഞത്, ഇപ്പതേ ഡിവോഴ്സ് വേണോന്ന് പറയുന്നു. അപ്പൊ നിധി പറയണ, ഇല്ല മാഡം ഞങ്ങൾ തമ്മിൽ ശരിയാകില്ല, ഞങ്ങൾ പിരിയാൻ തന്നെ തീരുമാനിച്ചു, പ്ലീസ് മാഡം ഞങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങി തരണം. ഓക്കെ വാന്ന് പറഞ്ഞ നിധിയെയും കൂട്ടി ജഡ്ജിന്റെ അരികിലേക്ക് വരികയാണ് അഡ്വക്കേറ്റ്. സുധീഷ് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, മാഡം ഞങ്ങൾക്ക് ഡിവോഴ്സ് തരണം. ഇത് കേട്ട് ജഡ്ജി പറയുകയാണ്, ഓക്കെ. അങ്ങനെ ജഡ്ജിന്റെ മുന്നിലിരിക്കുന്ന പേപ്പറിൽ ഡിവോഴ്സ്ഡ് എന്നുള്ള സീൽ അടിക്കുകയാണ്. ഇതെല്ലാം കണ്ട് തകർന്നു നിൽക്കുകയാണ് സുധീഷ്. ജഡ്ജി സൈൻ ചെയ്യുന്നു. ശേഷം ആ പേപ്പർ അഡ്വക്കേറ്റിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ജഡ്ജ്. നമുക്ക് പോകാന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അഡ്വക്കേറ്റ് പറയുന്നു, നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടി, ഡിവോഴ്സ് പേപ്പർ കിട്ടാൻ 1 മാസം സമയമെടുക്കും. ഇനി നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പേഴ്സും ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്ന് വാങ്ങിച്ചാലും മതി. ഓക്കെ മേഡം എന്ന് പറഞ്ഞ് സുധീഷിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നിധി അവിടെ നിന്ന് പോവുകയാണ്. കണ്ടു നിറങ്ങി ഒന്ന് ആലോചിച്ച് സുധീഷ് നിധിയുടെ പിന്നാലെ ഓടിപ്പോകുന്നു. സുധീഷ് ഉറക്കെ നിധി എന്ന് വിളിക്കുന്നുവെങ്കിലും നിധി തിരിഞ്ഞു നോക്കുന്നില്ല. നിധി റോഡിലൂടെ നടന്നു പോകുമ്പോൾ പിന്നാലെ ഓടി വരുന്ന സുധീഷ് പറയുന്നു, നിധി 1 മിനിറ്റ്, എന്താ നിധി ഇങ്ങനെ ചെയ്തത്? കോർട്ടില് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞല്ലോ നിധി, നീ അങ്ങനെ പറയില്ല എന്നാ ഞാൻ വിചാരിച്ചത്. എന്തിനാ നിധി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്? നിധി ജഡ്ജി നമുക്ക് ഡിവോഴ്സ് തന്നു, എന്തിനാ നിധി അങ്ങനെ പറഞ്ഞത്? ദേഷ്യത്തോടു കൂടി നിധി പറയണ്ട, എല്ലാം ഞാൻ കേട്ടു സുധീഷേ, നിങ്ങള് ഗോപി സാറിനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഇത് കേട്ട് ഞെട്ടി സുധീഷ് കണ്ണു നിറങ്ങി ആലോചിച്ച് നിൽക്കുമ്പോൾ നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. നിധി എന്ന് വിളിച്ച് പിന്നാലെ ഓടി വരുന്ന സുധീഷ് പറയുന്നു, നിധി 1 മിനിറ്റ്, മുന്നോട്ട്
മുന്നോട്ട് നടന്നു പോകുന്ന നിധി പറയുന്നു, നിങ്ങൾ മിണ്ടരുത്. വീട്ടുകാർ ഏർപ്പാടാക്കിയ കല്യാണം ഇഷ്ടപ്പെടാതെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുമാത്രമായിരുന്നു എന്റെ തീരുമാനം. അതിനുശേഷം നടന്ന എല്ലാം സുധീഷിന്റെ പ്ലാൻ ആയിരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ ചതിച്ച് കല്യാണം കഴിച്ചതാ. അപ്പൊ സുധീഷ് പറയണ, അയ്യോ നിധി അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, അന്ന് നിങ്ങൾ സ്റ്റേഷനിൽ വെച്ച് എന്താ പറഞ്ഞത്? നമ്മളിപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അതൊന്നു മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പോലീസുകാരുടെ അടുത്ത് പോയി നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നും നമ്മളെ പിരിക്കരുത്, ഒന്നിപ്പിക്കണമെന്നൊക്കെ നിങ്ങൾ സംസാരിച്ചില്ലേ? നമ്മൾ തമ്മിൽ പ്രേമമായിരുന്നോ? പറ സുധീഷേ. എനിക്ക് സുധീഷിനോട് പ്രണയം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പോലീസുകാരോട് എനിക്ക് എന്റെ വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് ഇഷ്ടമല്ല, അത് വീട് വിട്ടിറങ്ങി വന്നേന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാതെ ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷെ നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ കല്യാണം കഴിക്കുകയായിരുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? അപ്പൊ സുധീഷ് പറയണ, നിധി തെറ്റായിപ്പോയി നിധി. പക്ഷെ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതാ നിധി ഞാൻ അങ്ങനെ ചെയ്തേ. ദേഷ്യത്തോടു കൂടി ഉറക്കെ നിധി പറയുന്നു, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. നിനക്ക് മാത്രം എന്നെ ഇഷ്ടപ്പെട്ടാ മതിയോ? എന്റെ സമ്മതം ആവശ്യമില്ലേ? ഞാൻ അന്നൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്ക് സുധീഷ്. അന്ന് നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പോലീസിന്റെ സഹായത്തോടു കൂടി ഞാൻ തിരുവനന്തപുരത്ത് വന്നേനെ. ഇവിടെ ജോലി ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് ജീവിക്കാമായിരുന്നു. എന്റെ ജീവിതം തന്നെ മാറിപ്പോയേനെ. കുറച്ചു നാളുകൊണ്ട് എന്റെ വീട്ടുകാരും എന്നെ മനസ്സിലാക്കി എന്നെ അംഗീകരിച്ചേനെ. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നേനെ. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെന്ന് വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് വന്ന് എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നു. കണ്ടു നിറങ്ങിയ സുധീഷ് പറയുന്നു, നിധി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു നിധി. നിധി എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ ദേഷ്യത്തോടു കൂടി ഉറക്കെ നിധി പറയുന്നു, അത് വീണ്ടും വീണ്ടും പറയണ്ട. നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടാ മതിയോ? എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? കോടതിയിലേക്ക് വരുന്ന വഴി കാറിൽ വെച്ച് ഞാൻ ചോദിച്ചതല്ലേ ഇത്രയും അല്ലാതെ വേറെന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോന്ന്? അപ്പോഴും ഇല്ല എന്നല്ലേ പറഞ്ഞത്? നമ്മുടെ കല്യാണം നിങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തിയതാ. എന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക് സുധീഷെ. ഒരു മണ്ടിയെ പോലെ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് നിങ്ങളെ കല്യാണം കഴിച്ചു. ഒരു ഭാഗത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വീട്ടുകാരന്റെ കല്യാണം നടത്താൻ ശ്രമിച്ചു. അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നപ്പോൾ എന്നെ സഹായിക്കാൻ വന്ന നിങ്ങളെ കല്യാണം കഴിക്കുക മാത്രമാണ് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയെന്ന് എന്നെ വിശ്വസിപ്പിച്ച് എന്നെ ചതിച്ച് കല്യാണം കഴിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. നാട്ടുകാരെല്ലാവരും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിച്ചു. എന്തൊക്കെയാ നടന്നത് അവിടെ? ഇതൊന്നും നടക്കാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഞാനൊരു വണ്ടിയായി പോയി. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് വിശ്വസിച്ച് ചതിക്കപ്പെട്ടില്ലേ ഞാൻ? ഇങ്ങനെയുള്ള നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കണമെന്നാണോ പറയുന്നത്? മതി മതി, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് സുധീഷിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിധി അവിടെ നിന്ന് പോകുമ്പോൾ, നിധി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സുധീഷും പിന്നാലെ പോവുകയാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ചുറ്റും നോക്കി സുധീഷ് പറയുന്നു, നിധി എല്ലാവരും നോക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. നിക്ക് നിധി എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുമ്പോൾ, എന്നെ വിടെന്ന് പറഞ്ഞ് സുധീഷിനെ തള്ളി മാറ്റി അവിടെ നിന്ന് പോവുകയാണ് നിധി. കരഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് പിന്നാലെ വരുന്ന സുധീഷ് പറയുന്നു, നിധി പ്ലീസ് നിധി, നിക്ക് നിധി, നിധി പ്ലീസ്. നിധി തിരിഞ്ഞു നോക്കാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് നടന്നു പോവുകയാണ്. സുധീഷ് ഉറക്കെ പറയുന്നു, നിധി നിക്ക് നിധി. അങ്ങനെ നിധിയുടെ പിന്നാലെ പോകുന്ന സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു, എടാ സുധീഷ് പറയടാ. കരഞ്ഞുകൊണ്ട് സുധീഷ് ഉറക്കെ വിളിക്കുകയാണ്, നിധി നിക്ക് നിധി. ടെൻഷനോടുകൂടി സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് എന്താടാ പറ്റിയേ? കരഞ്ഞുകൊണ്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ കോടതിയിൽ എനിക്കും നിധിക്കും ഡിവോഴ്സ് ആയി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷ് ഉറക്കെ പറയുന്നു, നിധി നിക്ക് നിധി. തിരിഞ്ഞു നോക്കാതെ നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് നീ എന്താടാ ഈ പറയുന്നേ? നീ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞോ? കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞില്ല, നിധിയാ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞേ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സുഭാഷ് ചോദിക്കണ, നിധി പറഞ്ഞെന്നോ? പറഞ്ഞു സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ഓർക്കുകയാണ്, നിധി തന്നോട് പറഞ്ഞത്. അങ്ങനെയൊന്നും ഞാൻ സുധീഷിനെ വിട്ടു പോകില്ല. സത്യമാണോ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ നിധി പറഞ്ഞു, അതെ സുഭാഷ് ഏട്ടാ, കുറച്ചു നാളായിട്ട് ഞാൻ സുധീഷിന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് പറയണ, ഞാനും അവളും ഡിവോഴ്സ് ആയി സുഭാഷ് ഏട്ടാ. നിധി എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോയി. ഞാൻ വിളിച്ചിട്ട് നിൽക്കുന്നില്ല. എനിക്ക് പേടി തോന്നുക സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് നീ കരയാതെ, നീ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ഞാനും വീട്ടിലേക്ക് വരാം. ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് സുധീഷ് ഉറക്കെ പറയുന്നു, നിക്ക് നിധി, നിധി പറയുന്നൊന്ന് കേക്ക്. കണ്ണീര് തുടച്ചുകൊണ്ട് നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. കണ്ണു നിറങ്ങിയ ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് പണിസ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോവുകയാണ് സുഭാഷ്. കരഞ്ഞുകൊണ്ട് നിധിയുടെ പിന്നാലെ വരുന്ന സുധീഷ് പറയുന്നു, നിധി നിക്ക് നിധി, എന്നോട് ക്ഷമിക്കും നിധി. ഹരീഷിനെ വിളിക്കാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയണ, എടാ ഹരീഷ് ഞാനും നിധിയും ഡിവോഴ്സ് ആയി. കോടതി ഞങ്ങൾക്ക് ഡിവോഴ്സ് തന്നു. ഇത് കിട്ടി ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു, ഡിവോഴ്സോ? സുധീഷൻ എന്തീ പറയുന്നേ? എങ്ങനെ? അപ്പൊ സുധീഷ് പറയണ, ജഡ്ജി ചോദിച്ചപ്പോൾ അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അറിയില്ല, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞടാ. രണ്ടുമൂന്ന് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഇനി ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് കോടതി ഡിവോഴ്സ് തന്നു. സുധീഷ് ഏട്ടാ ഏട്ടത്തി എവിടെയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവള് റോഡിലൂടെ നടന്നു പോവാ. ഞാനും അവളുടെ പിന്നാലെ കെഞ്ചിക്കൊണ്ട് നടന്നു പോവുകയാ. അവള് നിൽക്കുന്നത് പോലും ഇല്ലടാ ഹരീഷ്. എനിക്ക് എന്ത്
ചെയ്യണമെന്ന് അറിയില്ലടാ ഹരീഷേ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ടെൻഷൻ ആകാതെ വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. പൊട്ടിക്കറിഞ്ഞോണ്ട് സുധീഷ് പറയുന്നു, എടാ ഹരീഷേ എനിക്ക് പേടിയാവുന്നടാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ പേടിക്കണ്ട, വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ഇത് കേട്ട് ഫോൺ കട്ട് ചെയ്ത സുധീഷ് ഒന്ന് ആലോചിച്ച് ഭാസ്കരന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഇത് ഏതവനാ വിളിക്കുന്നേ? സുധീഷിന്റെ കോള് കൊണ്ട് ഭാസ്കരൻ പറയുകയാണ്, ഇവൻ എന്നെ വിളിക്കുന്നു. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ അതിശയായിട്ടുണ്ടല്ലോ, എന്നെ ഫോൺ വിളിക്കുന്നു, എന്താ കാര്യം? പൊട്ടിക്കറിഞ്ഞ സുധീഷ് പറയുകയാണ്, ഭാസ്കര എനിക്ക് നിധിക്കും ഡിവോഴ്സ് ആയി. ഇത് കിട്ടിഞ്ഞിട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എന്ത് ഡിവോഴ്സ് ആയെന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അവള് കോർട്ടിൽ വെച്ച് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഇനി നിധി എന്റെ ഭാര്യയല്ലാന്ന് കോടതി പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, നിനക്കിത് വേണോടാ, നിനക്കിത് വേണം. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി വെക്കിടോ ഫോൺ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് സുധീഷ്. ഫോണിലേക്ക് ഒന്ന് നോക്കി കണ്ണു നിറഞ്ഞ് ആലോചിച്ച് ബെഡിലേക്ക് ഇരിക്കുകയാണ് ഭാസ്കരൻ. നിധി എന്നോട് ക്ഷമിക്കും നിധി എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ പിന്നാലെ ഓടി വരികയാണ്. നിധി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോൾ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി പ്ലീസ് എന്നോട് ക്ഷമിക്ക്, നീ പോകല്ലേ നിധി, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഞാൻ പറയുന്നതൊന്ന് കേക്ക് നിധി, ഞാൻ വേണമെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല നിധി, പ്ലീസ് സോറി നിധി. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ കയ്യിലേക്ക് പിടിക്കാനായി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു പോവുകയാണ് നിധി. പിന്നാലെ വരുന്ന സുധീഷ് പറയുന്നു, നിധി എന്നോട് ക്ഷമിക്ക് നിധി പ്ലീസ് നിധി, നിധി പ്ലീസ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി മുന്നോട്ട് നടന്നു പോവുകയാണ്. സുധീഷ് ഉറക്കെ പറയുന്നു, നിധി പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിധി സോറി നിധി എന്ന് പറഞ്ഞ് സുധീഷ് മുട്ടുകുത്തി റോഡിലേക്ക് ഇരിക്കുകയാണ്. തിരിഞ്ഞു നോക്കാതെ നിധി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. സുധീഷ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. തുടർന്ന് സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് ഓടി വന്ന നികേഷ് പറയുന്നു, സുഭാഷേട്ടാ സുധീഷേട്ടൻ ഫോൺ ചെയ്ത് എന്തൊക്കെയോ പറയുന്നു, ഡിവോഴ്സ് ആയെന്ന്. അപ്പൊ സുഭാഷ് പറയണ, അതേടാ നിന്നെയും ഫോൺ വിളിച്ചോ? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ ഫോൺ വിളിച്ച് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. ഈ സമയം അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ സുധീഷേട്ടൻ വിളിച്ചായിരുന്നു? അപ്പൊ സുഭാഷ് പറയണ, വിളിച്ചടാ, അതാ ഞാൻ ഓടി വന്നത്. സുധീഷേട്ടൻ എവിടെയാണെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അറിയില്ലടാ ഹരീഷ്, വീട്ടിലേക്ക് വരാനാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ നികേഷ് പറയുന്നു, അവൻ ഇതുവരെ വന്നില്ലാന്ന്. ഹരീഷ് ചോദിക്കണ, ഡിവോഴ്സ് കിട്ടിയെന്ന് പറയുന്നു, എങ്ങനെയാ സുഭാഷേട്ടാ? അപ്പൊ സുഭാഷ് പറയണ, അറിയില്ലടാ ഹരീഷ്, രാവിലെ ഞാൻ നിധിയോട് സംസാരിച്ചതാ, ഡിവോഴ്സ് ഒന്നും വേണ്ട, സുധീഷിന് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഡിവോഴ്സ് ആയെന്ന് എനിക്ക് അറിയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് നിധി. എല്ലാവരും ഓട്ടോയിലേക്ക് ശ്രദ്ധിക്കുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ നിധിയെ കണ്ട് സുഭാഷ് പറയുന്നു, നിധി വന്നടാ. ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ നിധി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ് സുഭാഷ്. ഏട്ടത്തി എന്ന് വിളിച്ച് നികേഷും ഹരീഷും പിന്നാലെ പോകുമ്പോൾ ഭാസ്കരനും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം വണ്ടിയിൽ അവിടേക്ക് വരികയാണ് സുധീഷ്. ശബ്ദം കേട്ട് നികേഷ് പറയുന്നു, സുഭാഷേട്ടാ സുധീഷേട്ടൻ വന്നു. ഇത് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നിധി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുന്നു. സുധീഷ് കരഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ അരികിലേക്ക് വരികയാണ്. ബെഡിലേക്ക് ഇരുന്ന നിധി പൊട്ടിക്കരയുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് എന്താണ് നടന്നത്? കോടതി ഡിവോഴ്സ് തന്നു എന്നൊക്കെ പറയുന്നു. സുധീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ നികേഷ് ചോദിക്കണ, സുഭാഷേട്ടാ എന്താ ഒന്നും പറയാതെ പോകുന്നത്? അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ. നിധി ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ച് സുഭാഷ് നിധിയുടെ റൂമിന്റെ വാതിലിൽ തട്ടി വിളിക്കുകയാണ്. എല്ലാവരും വളരെ വിഷമത്തോടു കൂടി ഹോളിൽ നിൽക്കുമ്പോൾ നിധി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുഭാഷ് പറയുന്നു, നിധി മോളെ വാ. എടാ സുധീഷ് എന്താണ് നടന്നേ? ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുകയാണ്, എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. ദേ മാഡം ആണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചെടുത്തത്. എന്താണെങ്കിലും അവളോട് തന്നെ ചോദിക്ക്. അങ്ങനെ സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി എന്താ നടന്നത്? അപ്പൊ നിധി പറയണ, സുഭാഷിട്ടാ ഒരു മിനിറ്റ്. അങ്ങനെ സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ഞാൻ എന്തുകൊണ്ടാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഞാനെന്താ ചുമ്മാതെ വായിൽ വരുന്നത് പോലെ നിങ്ങളെ പോലെ അടിച്ചു വിടുന്ന ആളാണോ? ഇത് കേട്ട് സുധീഷ് കണ്ണു നിറങ്ങിയ നിധിയെ നോക്കുമ്പോൾ നിധിയും കണ്ണു നിറങ്ങിയ സുധീഷിനെ നോക്കുകയാണ്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി എന്താ നടന്നത്? അവൻ ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ടെൻഷനായി ഓടി വന്നതാ. എന്താ മോളെ നടന്നത് ഒന്ന് പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് എങ്ങനെയാണ് കല്യാണം നടന്നേന്നുള്ളിടത്ത് തന്നെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. സുഭാഷേട്ടാ ഞങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നത്? എന്റെ വീട്ടിലൊരു കല്യാണം ഫിക്സ് ചെയ്തു. എനിക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു. സുധീഷിന്റെ അടുത്ത് വന്ന് ഞാൻ സഹായം ചോദിച്ചു. സുധീഷിന്റെ ജോലി എന്തായിരുന്നു? എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവിടുക എന്നുള്ള ജോലി മാത്രമല്ലേ ഉള്ളായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ വീട് വിട്ടുപോയത് എന്റെ അച്ഛൻ അറിയുകയും ആളുകളെയും കൂട്ടി ഞങ്ങളുടെ പിന്നാലെ വരികയും ചെയ്തു. അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെയാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടല്ലേ ഞങ്ങൾ കല്യാണം കഴിച്ചത്. അതല്ലേ നടന്നത്? ഇത് കേട്ട് സുഭാഷ് പറയണ, അതേ മോളെ അതാ നടന്നത്. കരഞ്ഞുകൊണ്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയണ, അതെല്ലാം കള്ളമായിരുന്നു സുഭാഷേട്ടാ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുധീഷിനെ നോക്കുകയാണ്. സുഭാഷേട്ടന്റെ അനിയൻ എന്നെ ചതിച്ച് കല്യാണം കഴിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കോടതിയിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന കോൺസ്റ്റബിൾ ഗോപി അവിടേക്ക് വന്നു. അയാളോട് സുധീഷ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് സുധീഷ് എത്ര വലിയ ഫ്രോഡാണെന്ന്. ഇത് കേട്ട് തലയിൽ കൈവച്ച് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് സുധീഷ്. അപ്പൊ നിധി പറയുകയാണ്, ആ കോൺസ്റ്റബിൾ സുധീഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു,
സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ചല്ലോടാ സുധീഷ് എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നിരിക്കും? ഹരീഷ് ചോദിക്കുന്നു, പ്ലാൻ ചെയ്തെന്നോ? മനസ്സിലായില്ല ഏട്ടത്തി. അപ്പൊ കരകോട് നിധി പറയുകയാണ്, അന്ന് എന്റെയും സുധീഷിന്റെയും കല്യാണം നടക്കാതെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു ഹരീഷേ. അത് നടക്കാതെ ഇരിക്കാൻ എന്നോടൊരു രീതിയിലും പോലീസുകാരോട് മറ്റൊരു രീതിയിലും സംസാരിച്ചു. പോലീസുകാരുടെ അരികെ ചെന്ന് ഞങ്ങള് ലവേഴ്സ് ആണ്, ഞങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്ന് എന്റെ അടുത്ത് വന്ന് നമ്മൾ കല്യാണം കഴിക്കുകയാണ് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു എന്നെ വിശ്വസിപ്പിച്ച് കല്യാണം കഴിച്ചതാണ് സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, എന്താടാ ഇതെല്ലാം? നിധി എന്തൊക്കെയോ പറയുന്നു, ഇതൊക്കെ നീ ചെയ്തു വെച്ചതാണോ? കണ്ടു നിറങ്ങിയ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിധി ചോദിക്കുന്നു, സുധീഷിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതിയോ സുഭാഷ് ഏട്ടാ? എന്റെ മനസ്സിൽ എന്തായിരുന്നു? വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയല്ലായിരുന്നു. എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ സിറ്റുവേഷൻ സുധീഷിന് അനുകൂലമാക്കി എടുത്തു. അന്ന് ഞങ്ങളുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സമാധാനത്തോടു കൂടി ജീവിച്ചേനെ. കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ചു വന്നേനെ. ഞാൻ അവരോട് സത്യം പറഞ്ഞ് ഞാൻ അവരുടെ ഒപ്പം ജീവിച്ചേനെ. ഇതെല്ലാം നടക്കാൻ സമ്മതിക്കാതെ തടഞ്ഞത് സുധീഷ. എന്റെ അച്ഛനും അമ്മയും ഞാൻ പറയുന്നൊന്നും അംഗീകരിക്കാതെ അവരെന്റെ ജീവിതം തീരുമാനിച്ചപ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങി. അപ്പൊ സുധീഷ് എന്നെ വണ്ടിയാക്കി കല്യാണം കഴിച്ചു. എന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞു വന്ന് അവസാനം സുധീഷിന് അനുകൂലമാക്കി എല്ലാം മാറ്റിയെടുത്തു. ഭ്രാന്ത് പിടിച്ചതുപോലെ ഇന്ന് വരെ ഇയാള് പറയുന്നതെല്ലാം സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഹോസ്റ്റൽ അന്വേഷിച്ചില്ലേ, അപ്പൊ ആധാർ കാർഡോ മറ്റെന്തെങ്കിലും പ്രൂഫോ ഒന്നും എന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷെ സുധീഷിന്റെ കയ്യിൽ എന്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അത് കാണിച്ചാണ് ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തത്. ഇതെല്ലാം കേട്ട് ഞെട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന സുധീഷിനെ നോക്കുകയാണ് എല്ലാവരും. നിധി പറയുന്നു, സുധീഷിന്റെ പോക്കറ്റിൽ എന്റെ ആധാർ കാർഡ് വെച്ച് ഞാൻ ഹോസ്റ്റലുകൾ കയറി ഇറങ്ങുന്നത് കണ്ട് മിണ്ടാതെ നിന്നു. എന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടും സുധീഷിന് സത്യം പറയണമെന്ന് തോന്നിയില്ല സുഭാഷേട്ടാ. ചോദിച്ചപ്പോൾ സുധീഷിന് എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കാരണമാണോ സുഭാഷേട്ടാ? എല്ലാം സുധീഷ് ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടന്നത്. ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഈ വീട്ടിൽ താമസിക്കണമെന്ന് സുധീഷ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് എന്നെ മണ്ടിയാക്കി ചതിച്ചതാണ് സുഭാഷേട്ടാ. എന്റെ കയ്യിൽ ഒരു പ്രൂഫ് പോലും ഇല്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ വഴക്ക് പറയുമ്പോൾ സുധീഷിനത് എടുത്തു നീട്ടണമെന്ന് തോന്നിയില്ല സുഭാഷേട്ടാ. ഇതൊക്കെ എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് സുഭാഷേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റേഷനിൽ വെച്ച് സുധീഷ് പറഞ്ഞ എല്ലായിടത്തും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് സൈൻ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത്. ഈ കാര്യം ഗോപി സാറിനോട് എന്ത് സാധാരണമായിട്ടാ സുധീഷ് സംസാരിച്ചെന്നറിയോ? ഇൻസ്പെക്ടറോട് നിങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന് ഞാനല്ലേ പറഞ്ഞതെന്ന് ഗോപി സാറ് പറഞ്ഞപ്പോൾ ഞാനല്ലേ അങ്ങനെ പറയണമെന്ന് ഗോപി സാറിനോട് പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കുന്നു. ഒരു പെണ്ണിനെ ചതിച്ച കാര്യം എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത്? ഇത് കേട്ട് കണ്ണു നിറഞ്ഞ ദേഷ്യത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, എടാ നീ എന്താണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ, ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാ നിധിയെ കല്യാണം കഴിച്ചേ. ഞാൻ സമ്മതിച്ചു. എന്ന് ഞാൻ ആദ്യമായിട്ട് നിധിയെ കണ്ടോ അന്നേ എനിക്ക് നിധിയെ ഇഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുന്നത് വരെ നിധിയെ കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. അവരവിടെ ഞങ്ങൾ ലവേഴ്സ് ആണെന്ന് കരുതി സംസാരിച്ചു. ആ അവസരം ഞാൻ ഉപയോഗിച്ചു. ഇത് കേട്ട് എല്ലാവരും ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ നിധി പറയണ, കേട്ടില്ലേ സുഭാഷ് ഏട്ടാ, പറയുന്നത് കേട്ടില്ലേ? ഉപയോഗിച്ചു എന്ന് ഞാൻ എന്താ ഒരു സാധനമാണോ വഴക്കുണ്ടാക്കി വാങ്ങാൻ? ഇന്ന് വരെ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല സുധീഷ്. ഒരുപക്ഷെ ഞാൻ ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ജീവിതകാലം അത്രയും ഈ നുണ ചുമന്നോണ്ട് നടന്നേനെ. ഓരോ തവണയും ഞാൻ സുധീഷിനെ നോക്കി 10 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുമ്പോൾ സുധീഷ് എന്നെ 100 സ്റ്റെപ്പ് പിന്നിലേക്ക് തള്ളും. ഇങ്ങനെ ഓരോ നിമിഷവും പ്ലാൻ ചെയ്ത് ചതിച്ച ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തിന് സുധീഷിന്റെ ഒപ്പം ഒരുമിച്ച് ജീവിക്കണം? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞേ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ നേരെ ആട്ടി ഫ്രോഡ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നു, മതിയായി സുഭാഷ് ഏട്ടാ, ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഈ സുധീഷ് ക്രിയേറ്റ് ചെയ്തതാ. പോലീസിനെ വിശ്വസിപ്പിച്ച് എന്നെ വിശ്വസിപ്പിച്ച് ഒരു ഫുൾ ഡ്രാമ നടത്തി അതിൽ എന്താന്ന് പോലും അറിയാതെ ഞാനും അഭിനയിച്ചു. മതിയായി, ഇനി എനിക്ക് വയ്യ സുഭാഷ് ഏട്ടാ. അങ്ങനെ കരഞ്ഞോണ്ട് നിധി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ നിധി എന്ന് വിളിച്ച് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷ് പൊട്ടിക്കരയുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും വളരെ വിഷമത്തോടു കൂടി സുധീഷിനെ നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്